ഭക്തർ പവിത്രമായി കരുതുന്ന തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് കലർത്തിയെന്ന വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതെന്ന് കുമ്മനം രാജശേഖരൻ. ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ ബോധപൂർവമാണ് പവിത്രത കളങ്കപ്പെടുത്തിയത്. ഹൈന്ദവ വിശ്വാസത്തോടും ഭക്തരോടുള്ള വെല്ലുവിളിയാണ് YSR കോൺഗ്രസ് സർക്കാർ നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. മതേതര മുഖംമൂടി അണിഞ്ഞ ഭരണകൂടങ്ങൾ ഹൈന്ദവ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം വിമർശിച്ചു. ശബരിമലയിൽ വിഷാംശം കലർന്ന അരവണ നൽകിയതും ഇതോടൊപ്പം കൂട്ടി വായിക്കണം. ഹൈന്ദവ വിശ്വാസികളുടെ ആത്മവീര്യം തകർക്കാൻ ആസൂത്രിത നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാഹ്യശക്തികളടക്കം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ സമയത്തിടപെടൽ നടത്താതിരുന്നത് സംഘടിത നീക്കത്തിന്റെ ഭാഗമായിരുന്നു. ഇത്തരം ശക്തികളെ കണ്ടെത്തണമെന്നും നേരിടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുപ്പതി തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ഭക്തർക്ക് പ്രസാദമായി നൽകുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പടങ്ങിയിട്ടുണ്ടെന്നായിരുന്നു കോൺഗ്രസ് സർക്കാരിനെതിരെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു രംഗത്ത് വന്നത്. പിന്നാലെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ആരോപണം മാത്രമാണെന്നായിരുന്നു YSR കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ലാബ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു. ലഡു ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന നെയ്യിൽ പോത്തിന്റെയും പന്നിയുടെയും കൊഴുപ്പും മീനെണ്ണയും അടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്.